ഹായ്, ഞാൻ ഇന്നത്തെ കണ്ണൂർ സിറ്റിയിലുള്ള ഇതാ നോക്കിയ ഖിദ്മ തണൽ സ്നേഹവീട്. ഇത് പുതുതായിട്ട് ഈ അടുത്ത് തുടങ്ങിയതാണ്. പിന്നെ എന്താന്ന് പറഞ്ഞാൽ ഇവിടെ പിന്നെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനം വെച്ചാൽ ഈ ആൾക്കാരില്ല, അതുപോലെ തന്നെ പ്രായവർ, പിന്നെ സൈക്കാട്രിക് പ്രോബ്ലം ഉള്ളവർ, അങ്ങനത്തെ ഒരു കുറേ പേരുണ്ട്. അതുപോലെ തന്നെ തീരെ സുഖമില്ല, നോക്കാൻ ആളില്ല, അങ്ങനെയുള്ളവരുണ്ട്. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് തന്നെ ഓരോ റൂമുകളും വേർതിരിച്ചിന്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിന് അകത്ത് കയറിയാൽ കാണാം. നമ്മൾ ഇന്നലെ ഇവിടെ വന്നിട്ടെല്ലാം നോക്കിയിരുന്നു. അപ്പോൾ ഇവിടെ എപ്പോഴും ഓരോ ഫുഡുകൾ ഓരോ ദിവസവും വ്യത്യസ്തമായ ഫുഡുകളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നാൽ ഒരു ദിവസം ഞാൻ ചെയ്യാം, നമുക്ക് ആ ഫുഡ് ഉണ്ടാക്കിയിട്ട് കൊടുക്കുമ്പോഴുള്ള ഒരു നമ്മുടെ മനസ്സിന് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, അത് എപ്പോഴും എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ്. അപ്പോൾ ഇവർക്കും എൻ്റെ ഫുഡ് കൊടുത്തിട്ട് അത് കഴിപ്പിക്കാം എന്നുള്ള ഒരു തോട്ടിലാണ് ഇതിൻ്റെ കമ്മിറ്റി മെമ്പേഴ്സിൻ്റെ അടുത്ത് ഇത് ആവശ്യപ്പെട്ടു. അങ്ങനെ ആവശ്യപ്പെട്ട പ്രകാരം അവർ പറഞ്ഞു ഓക്കെ വാ, അങ്ങനെ എന്നാൽ നമുക്ക് പിന്നെ നമ്മുടെ ബിരിയാണി തന്നെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുക എന്നുള്ളതായിരുന്നു. ഇന്നത്തെ അവരുടെ ദിവസം എന്ന് പറയുന്നത് നെയ്ച്ചോറും പിന്നെ ചിക്കനുമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ ബിരിയാണിയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് പിന്നെ അകത്തേക്ക് പോവാം. അവരുടെ പിന്നെ ഓരോ റൂമുകളൊക്കെ നമുക്ക് കാണുകയും ചെയ്യാം, എല്ലാവരും പരിചയപ്പെടുകയും ചെയ്യാം, പറ്റുന്നവരൊക്കെ കാണാം. അപ്പോൾ വാ, അകത്തേക്ക് പോവാം. അപ്പോൾ വാ, നമുക്ക് അകത്തേക്ക് പോവാം. അപ്പോൾ ശരിക്കും കണ്ടു കഴിഞ്ഞാലല്ലേ നമുക്ക് ഭയങ്കര, എനിക്ക് അവർ ഇമോഷണൽ അല്ല, നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സംഗതിയാണ്. നമുക്ക് പിന്നെ എന്താ പറയുക, ഒരു പ്രായമായ കുറേ പേര്, ചെറുപ്പക്കാരായ കുറേ പേര്, അവർക്ക് മെൻ്റലി ബിസിനസ് ചെയ്ത ആൾക്കാരൊക്കെ തന്നെയാണ്, പെട്ടെന്ന് മെൻ്റലി റിട്ടയർ ആയി, നോക്കാൻ ആളില്ലാതെയായി. അങ്ങനെ ഇവർ പല സ്ഥലത്തൊന്നും നോക്കാൻ ആളില്ലാതെ അല്ലേ. അത് നമ്മുടെ മാനേജറുണ്ട് എൻ്റെ കൂടെ തന്നെ അല്ലേ. പല ആൾക്കാരും ഇങ്ങനെ, നിങ്ങളുടെ പേര് അബൂബക്കർ. അപ്പോൾ അല്ലേ, അങ്ങനെ ഒറ്റപ്പെട്ടു പോയ ഒരുപാട് ജനങ്ങൾ അല്ലേ. ഏകദേശം 400-500 ആൾക്കുള്ള കപ്പാസിറ്റി ഉണ്ടല്ലോ ഇവിടെ. ഉള്ള അപ്പോൾ എങ്ങനെ എല്ലാം ഇത് കിട്ടുന്നതും നിങ്ങൾക്ക് ഓരോരാൾ കൊണ്ടുതരുന്ന, പിന്നെ നോക്കാൻ നമുക്ക് ആവുന്നില്ല, നിങ്ങൾ നോക്കൂ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുതരുന്ന അല്ലേ. ഞാൻ അങ്ങനെ ഇന്നലെ വന്നപ്പോഴും പല കേസുകളും അറിഞ്ഞത്, അവരെ നേരിട്ട് കണ്ടപ്പോഴും. പിന്നെ നമുക്കിത് ഒന്ന് ഈ ഭാഗത്തേക്ക് ഒന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ കാണാം. ഇതിവിടെ ഡോക്ടേഴ്സിൻ്റെ റൂം, ഡോക്ടർ വിസിറ്റ് ഉണ്ട്, ഡോക്ടേഴ്സിൻ്റെ റൂം, സൈക്കാട്രിസ്റ്റ്, അങ്ങനെയുള്ള എല്ലാവരും ഒരു വിസിറ്റിംഗ് ആയിട്ട് നടത്തുന്നുണ്ട്. ഇത് പിന്നെ ഫിസിയോതെറാപ്പിയുള്ള റൂമാണ്. എന്ന് പറഞ്ഞാൽ 90, 80, 75 വയസ്സുള്ള ആൾക്കാർ മുതൽ താഴോട്ടുള്ള ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള പ്രായമുള്ള ആൾക്കാർക്ക് പിന്നെ ഫിസിക്കലായിട്ടുള്ള എന്തെങ്കിലും ഇത് ചെയ്യണമെങ്കിൽ അതിനുള്ള റൂമാണിത്. നമുക്ക് ഓരോ പിന്നെ ശരിക്കും ഒരു പിന്നെ ഭയങ്കര വേദന ഉണ്ടായിരുന്നു കേട്ടോ, കാണുമ്പോഴൊക്കെ ഭയങ്കര വേദനയാണ്. അപ്പോൾ എന്താ പറയുക, ഇവർക്ക് വേണ്ടിയിട്ട് നമുക്കൊരു നല്ലൊരു ഫുഡ് ചെയ്യാമെന്നുള്ള നമ്പർ അത് കണ്ടപ്പോഴന്നെ നമുക്കത് ചെയ്യാം. അത് ചെയ്തിട്ട് അവർക്ക് കൊടുക്കാം, നേരിട്ട് തന്നെ കൊടുക്കാം, അവർക്ക് കഴിപ്പിക്കാം. അവരുടെ ക്യാൻറ്റീനിലേക്ക് നമുക്ക് പോവാം, വാ. അപ്പോൾ ഇത് ശരിക്കും ഒരു വീട്ടിൽ നിൽക്കുന്ന ഭയങ്കര ഫീൽ വെച്ചാൽ നിങ്ങളിപ്പോൾ താഴെ കാണാം, അവിടുന്ന് എല്ലാവരും പ്രായമുള്ള അവർ കളിക്കുന്നു. അതുപോലെ തന്നെ ഒരു കംപ്ലീറ്റ് സൗകര്യം, നല്ല സ്റ്റാർ ഫെസിലിറ്റിയിൽ ഇത് ചെയ്തു കേട്ടോ. അപ്പോൾ ആ ഒരു ഇപ്പോൾ അവർ നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നുണ്ട്. ഞാൻ നോക്കുമ്പോൾ അവരെല്ലാം റെഡി ആയിട്ട് കുറേ പേരെ ഈ സൈക്കാട്രിക് പ്രോബ്ലം ഉള്ളവരൊക്കെ ഇങ്ങനെ നടക്കാൻ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പിന്നെ നമുക്കിപ്പോൾ കാണാം. എന്തായാലും ഞാൻ ഇപ്പോൾ കിച്ചണിലേക്ക് പോകുന്ന വഴിയാണ്, പക്ഷേ അവിടെ പകുതി പ്രിപ്പറേഷനെങ്കിലും ചെയ്തു വെക്കാമല്ലോ. അപ്പോൾ വാ, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഇതാ നിങ്ങൾക്ക് ഈ സൈഡിൽ കണ്ട റൂമുകൾ കണ്ട ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് വേർതിരിച്ചാണ് നോക്കാറോ ഫെസിലിറ്റീസ് കൊടുത്തിരിക്കുന്ന ഓരോ ആൾക്കും. നമുക്ക് ബാക്കി എല്ലാവരും നേരിട്ട് കണ്ടിട്ട് പരിചയപ്പെടുകയും ചെയ്യാം, വാ. കിച്ചണിലേക്ക് വാ. അപ്പോൾ ഞാൻ കയറി നോക്കുമ്പോൾ ഇവിടെ നെയ്പ്പത്തിൽ ഇവരാക്കുന്നത്, നെയ്പ്പത്തിലും പിന്നെ വെജിറ്റബിൾ കറി അല്ലേ. ഇതാ വാ, ഇതാ ഇവിടെ കണ്ടോ. അപ്പോൾ നല്ല ക്ലാസ് ഫുഡാണ് എപ്പോഴും. അല്ലേ, നിങ്ങളെ പേര് അബ്ദുക്ക? മൊയ്തീൻ കോയക്ക. അപ്പോൾ കോയക്കെന്ന് ഇവിടെ കോയക്കൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 ആളുണ്ട് അല്ലേ, 2 ആൾ. പിന്നെ നിങ്ങൾ ഇന്ന് അഡീഷണൽ ആയിട്ട് ഞാൻ വരുന്നോട്ട് വന്നത് ക്ലീനിങ്ങിൻ്റെ ആളാ. ശരി. ഓക്കെ. അപ്പോൾ ഇവരെ ഡ്യൂട്ടി കഴിഞ്ഞ പാട് ഞാൻ കിച്ചൺ ഏറ്റെടുക്കും അല്ലേ. നമുക്ക് ഞാൻ ഏറ്റെടുക്കട്ടാ? ഇൻഷാ അല്ലാ. എന്താ ഞാൻ കുക്കിങ്ങിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഇങ്ങനെ പുറത്തേക്ക് എൻ്റെ വണ്ടിയിൽ നിന്ന് കത്തി എടുക്കാൻ വേണ്ടി വന്നു നോക്കുമ്പോൾ ഇവിടെ ഫുൾ എല്ലാവരും ഇത് നമ്മളെ വാർഡനാണ് അല്ലേ. നിങ്ങൾ പേര്?
അബ്ദുൽ ഗഫൂർ. അപ്പോൾ ഇവരിങ്ങനെ രാവിലെ ഒന്നിങ്ങനെ നടത്തി എല്ലാവരും നടത്തിക്കും അല്ലേ? ഫ്രഷ് എയർ കൊണ്ട് ഇറക്കി ശരി വ്യായാമമൊക്കെ ചെയ്യിപ്പിച്ച് ഒന്ന് സെറ്റായി. എന്നിട്ട് പിന്നെ അതിന് ശേഷമാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നത് അല്ലേ? നാസ്ത കൊടുക്കുന്നത്. അവർക്കുള്ള പിന്നെ ബ്രെഡും ചായ ഒക്കെ കൊടുക്കും. ബ്രെഡും ചായ കൊടുത്തതിന് ശേഷം പിന്നെ അവരങ്ങനെ പുറത്തിറക്കിയിട്ട് ഒരു 1.5 മണിക്കൂർ ഒന്ന് നടത്തിച്ച് ഒന്ന് എക്സസൈസ് കളിപ്പിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവരെ പിന്നെ പന്ത് കളി, ക്യാരം ബോർഡ് കളി, ഇങ്ങനത്തെ അതൊക്കെ ആക്ടിവിറ്റിയിൽ പോകും. അപ്പോൾ ഓക്കെ, പിന്നെ ഞാൻ കത്തി എടുക്കട്ടെ, ഉണ്ട് ബാക്കി കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് നീങ്ങട്ടെ. കുക്കിങ് തുടങ്ങി, പിന്നെ കട്ടിങ് എല്ലാം നേരത്തെ കഴിഞ്ഞ്. ലഗോൺ കോഴി കേട്ടോ. അപ്പോൾ ലഗോൺ കോഴിൻ്റെ ബിരിയാണിയാണ്. അപ്പോൾ ഓരോന്നോരോന്ന് ഇടാം. സ്ലോലി ഏകദേശം 2-2.5 മണിക്കൂർ എടുത്തിട്ടുള്ള കുക്കിംഗ് കേട്ടോ. അപ്പോൾ ഓരോന്ന് ചതച്ചിടാം. ഇതിൻ്റെ എല്ലാം റെസിപ്പി ഇതിലുണ്ട്. എല്ലാവരും ഇപ്പോൾ നാസ്തയെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉണ്ടായിരുന്നു. മുഴുവൻ ഇതേപോലെ എല്ലാവരും കാത്തിരിക്കാൻ കേട്ടോ. നാസ്തയ്ക്കും ഇങ്ങനെ ഓരോരാൾ വന്ന് ചോദിക്കും നിങ്ങൾ എന്താക്കുന്നത്. അവർക്ക് ഇങ്ങനെ ഭയങ്കര ക്യൂരിയോസിറ്റിയോടുകൂടി ചില ആൾ സംസാരിക്കുന്നുണ്ട്, ചില ആളൊന്നും മിണ്ടുന്നില്ല. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ബൾക്ക് കുക്കിംഗ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു മനസ്സിനൊരു തൃപ്തിയാണല്ലോ. ഇതുണ്ടാക്കിയിട്ട് കഴിക്കുന്ന കുറേ ആൾക്കാരും അവരുടെ മുഖത്തൂടെ കിട്ടുന്ന ഒരു സന്തോഷം. ഇതിനു മുമ്പ് നമ്മൾ ഈ യാത്രയിൽ ഷെഫോൺ റോഡിൽ നമുക്ക് പിന്നെ ആലപ്പുഴയിൽ നിന്ന് നെഹിയാൻ്റെ കെയർ ഓഫിലായിരുന്നു, ഹലാൽ ഡേയ്സിൻ്റെ അവരെ കെയർ ഓഫിലായിരുന്നു ഇത് നടന്നത്. അപ്പോൾ അതേപോലൊരു സംഗതി ഇതും കിട്ടി. ലഗോണല്ലേ, ഇവിടെ നമ്മൾ ലഗോണാണ്. അപ്പോൾ നമ്മുടെ കണ്ണൂരുകാരുടെ മെയിൻ ഐറ്റം ഓൾമോസ്റ്റ് എല്ലാം കുക്കായിട്ടുണ്ട്. നമ്മളെ മെയിനായിട്ടുള്ള ഐറ്റം ഇതാ കണ്ടില്ലേ, ഗോൾഡൻ. ഈ സാധനം അതിലേക്ക് ഇടാം. ഇത് ഗോൾഡൻ തന്നെയാണ്. ഇതാണ് നമ്മളെ ടേസ്റ്റ് മാറ്റുന്ന സാധനം. കംപ്ലീറ്റ്ലി മസാലനെ ഒരു ടേസ്റ്റ് വേറെ രൂപത്തിലേക്ക് എത്തിക്കും. ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് മിക്സ് ചെയ്യുക. അതിൽ ക്യാമറ അതിൻ്റെ ആവിയിലൊന്നും കിട്ടുമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. എന്തായാലും ഏകദേശം ഇതൊന്നായി. ഓരോന്ന് തമ്മിലിടാം. ഓരോന്നോരോന്നായിട്ട് പടിയായിട്ടിടാം. രണ്ട് ചെമ്പുണ്ട് കേട്ടോ, 2 ചെമ്പിൽ ആയിട്ടുള്ള ാണ് കേട്ടോ. അപ്പോൾ ഓരോന്നോരോ ചെമ്പായിട്ട് നമുക്ക് മാറ്റിയെടുക്കാം. ഇപ്പോൾ റൈസ് ഞാനൊന്ന് മാറ്റിയിടുന്നു കേട്ടോ. ശരിക്കും അപ്പോൾ ഞാൻ ഇങ്ങനൊരു ചാൻസ് കിട്ടി എനിക്ക് ഭയങ്കര ഭാഗ്യമായിട്ട് ഞാൻ ഫീൽ ചെയ്യുന്നു കേട്ടോ. ഇവരെ കൂടെ ഒന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. അല്ലാണ്ട് ഒരു വീഡിയോക്ക് വേണ്ടിയിട്ടല്ല, ശരിക്കും നമ്മളിത് ചെയ്യുമ്പോൾ വേറെ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു പ്രചോദനമൊക്കെ കിട്ടുവാണെങ്കിൽ അത് ഇവർക്ക് തന്നെ വലിയൊരു ഉപകാരമാവുമല്ലോ. അപ്പോൾ അത് കരുതിയിട്ടാണ് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് പോകാണ്ടായ കാരണം. അപ്പോൾ ഞാനിടുന്ന് ഇങ്ങനെ വിളമ്പിയ ഒരു ബാച്ച് അങ്ങനെ മുകളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഷിയാദ് ഒന്ന് മുകളിൽ നിന്ന് വിളമ്പി കൊടുക്കും. ഓക്കെ. നമ്മളെ കൂടെ ഖിദ്മ തണൽ സ്നേഹവീട്ടിലെ സൈക്കാട്രി സോഷ്യൽ വർക്കർ കൂടിയായ സോണി നമ്മളോട് ചേരുകയാണ്. സോണി പ്ലീസ്. ഹായ്, നമസ്കാരം. എൻ്റെ പേര് സോണി പറഞ്ഞു. പിന്നെ ഇപ്പം നമ്മൾ ഈ ഒരു സ്നേഹവീടിൻ്റെ മുകളിലത്തെ വാർഡിലാണ്. ഇവിടെ കൂടുതലും ബെഡ് റീഡൻ ആയിട്ടുള്ളവരും PWD പിന്നെ കുറച്ച് മറ്റൊരാളുടെ സഹായം ആവശ്യമുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ പൊതുവേ ഇവർക്ക് ഫുഡ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ കൊണ്ടുവന്നിട്ടാണ്. ഇവിടെ കെയർ ഗിവേഴ്സ് ഉണ്ട്, അവർ ഫീഡ് ചെയ്യാണ് ചെയ്യാറ്. പിന്നെ ബാക്കിയുള്ളവർ കുറച്ചെങ്കിലും കഴിക്കാൻ ഏബിൾ ആയിട്ടുള്ളവരെ കൊണ്ട് നമ്മൾ തന്നെ കഴിപ്പിക്കും. കാരണം എന്ന് വെച്ചാൽ അവർ കൂടുതൽ സ്വയം പര്യാപ്തതയിലേക്ക് എത്തേണ്ടതുണ്ട്. ആരെങ്കിലും കിടന്ന് ഉറങ്ങുന്നുണ്ടാവും എന്ന് പറഞ്ഞിട്ട് പോകുന്നത്. അത് കണ്ടിട്ട് എനിക്ക് മൂപ്പര ആ ഒരു ഡെഡിക്കേഷൻ കണ്ടിട്ട് ഉറങ്ങുന്നുണ്ടാവും എന്ന് പറഞ്ഞിട്ട് വിളിക്കാൻ പോകുന്നതാണ് കണ്ടോ. അപ്പോൾ അത്രത്തോളം അവരെ ഓരോരോ ആളുടെ വെച്ചാൽ സൈക്കാട്രിക് പ്രോബ്ലം ഉള്ളവരുണ്ട്, അതല്ലാതെ പ്രായമുള്ളവരുണ്ട്. അപ്പോൾ സൈക്കാട്രിക് പ്രോബ്ലം ഉള്ളവരെ
അവർക്ക് ഫുഡിൻ്റെ ക്വാണ്ടിറ്റികൾ അറിയില്ല, അവർ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവരെ ബോഡി ഹെൽത്ത് എങ്ങനെയാണോ ആ ഹെൽത്ത് നോക്കിയിട്ട് വേണം കൊടുക്കേണ്ടത്. അപ്പോൾ അത്രത്തോളം വെച്ചാൽ 10-20 സ്റ്റാഫോളം ഉള്ളത്, അത്രത്തോളം അവരിങ്ങനെ ഓരോ ആളെയും മെയിൻറ്റെയിൻ ചെയ്ത് നോക്കാം, അവർക്ക് വേണ്ട ഫുഡ് നോക്കാം. ഭയങ്കര എനിക്ക് ഒരു സംഭവമായിട്ട് തന്നെ ഭയങ്കര സംഭവമായിട്ടാണ് ഫീൽ ചെയ്തത്. വെച്ചാൽ വലിയൊരു ബ്ലോക്ക്, 5-6 ഫ്ലോറുള്ള ബ്ലോക്ക്, ഈ ബ്ലോക്കിൽ തന്നെ എല്ലാ സൗകര്യവും എല്ലാം ഉള്ള. അപ്പോൾ എന്തായാലും നമുക്ക് ലാസ്റ്റ് ഒരു ഇതിലേക്ക് പോവാം. നമ്മളെല്ലാം കഴിച്ച് കഴിഞ്ഞു, അതുപോലെ തന്നെ നമ്മളും കഴിച്ചു, അവരും കഴിച്ചു. അതിൻ്റെ അവർ കഴിച്ചതിലുള്ള ആ ഒരു മുഖത്ത് ചിരി മുഴുവനായിട്ടും എല്ലാവരുടെ ഭാഗത്തുനിന്നും കിട്ടി. പിന്നെ നമ്മൾ കൂടെ ഇപ്പോൾ ഇതാ ഡോക്ടർ താജുദ്ദീൻ ഉണ്ട്, അതുപോലെ തന്നെ സത്താർക്ക് ഉണ്ട്, ഇതിൻ്റെ പിന്നെ സെക്രട്ടറി ഉണ്ട്, അതുപോലെ തന്നെ സവാഹിർക്ക് ഉണ്ട്, ജോയിന്റ് സെക്രട്ടറി അല്ലേ. അപ്പോൾ ഇത് പിന്നെ ഇവിടെ ഡോക്ടേഴ്സ് തന്നെ കംപ്ലീറ്റ്ലി ഇൻവോൾവ്ഡ് ആണ്. എന്നുവെച്ചാൽ സൈക്കാട്രിസ്റ്റ് ആണല്ലേ, ഹോമിയോപ്പതി സൈക്കാട്രിസ്റ്റ്. ഇവർക്കുള്ള മെഡിക്കേഷനും കൺസൾട്ടിങ്ങും എല്ലാം മൊത്തം ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഒരു സംഭവം? ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ 43,000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ബിൽഡിംഗ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻമേറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ പിന്നെ സൈക്കാട്രി ആൾക്കാരെയാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. എസ്പെഷ്യലി സൈക്കാട്രിക് റീഹാബിലിറ്റേഷനാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ സൈക്കാട്രി സാധാരണ രീതിയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്കാട്രി പേഷ്യൻ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മെഡിക്കേഷൻ കൊടുക്കുക, കാര്യങ്ങൾ അവരെ മെയിൻ സ്ട്രീമിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു സ്വഭാവമുണ്ട്. നമ്മളിവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് ഇവിടെ ആക്ടിവിറ്റീസ് കൊടുക്കുന്നുണ്ട്, ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗെയിംസ് കാര്യങ്ങൾ, അപ്പോൾ അവരെ മെൻ്റലി അവർക്ക് ആ ഒരു സപ്പോർട്ടും കൂടി കൊടുത്ത് അവരെ ഇപ്പം ചില ആൾക്കാർ ഫാമിലി ആയിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മളിവിടെ അവരെ ഫാമിലിക്കാരെ കൂട്ടിക്കൊണ്ടുവന്ന് അവരുമായിട്ട് കാര്യങ്ങളൊക്കെ കൗൺസിലിംഗ് ഒക്കെ ചെയ്ത് അവർക്ക് പിന്നെ തിരിച്ച് അവരുടെ ഫാമിലിയിലേക്ക് പോകാൻ പറ്റുന്ന ഒരു വിധത്തിലുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ചെയ്തു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു അർത്ഥത്തിലാണ് ഈ കാര്യങ്ങൾ ഫംഗ്ഷൻ ചെയ്യുന്നത്. അതല്ലാതെ കുറേ ഒരുപാട് പ്രായമേറിയ ആൾക്കാരും കാണുന്നുണ്ട്, സൈക്കാട്രിക് പ്രോബ്ലം അല്ലാത്ത അങ്ങനെയുള്ളവരുണ്ടോ? അതിപ്പോൾ നമ്മൾ ആരും നോക്കാനില്ലാത്ത ആൾക്കാരെ നമ്മൾ ഇൻമേറ്റ്സ് ആയിട്ട് ഇവിടെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പ്രത്യേകിച്ച് സാധാരണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് നമ്മൾ എല്ലാവരും മെൻ്റൽ സപ്പോർട്ട്, നമ്മളൊരു കുടുംബം പോലെയാണ്. ഇവിടെ ഈച്ച് ആൻഡ് മെമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ രക്ഷിതാക്കളെ എങ്ങനെ കാണുന്നു അതുപോലെ തന്നെ അവരുടെ അടുത്ത് പോയി കാര്യങ്ങളൊക്കെ സംസാരിച്ച്, അപ്പോൾ അവർക്ക് കുറേ ആവലാതികളുണ്ടാവും. മരുന്ന് കിട്ടിയിട്ടില്ല, അല്ല മരുന്ന് അത് വാങ്ങണം ഇത് വാങ്ങണം, അല്ലെ എനിക്ക് മറ്റുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ അതൊക്കെ നമ്മൾ ഓരോരുത്തരായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് മെൻ്റലി അത് വലിയൊരു സപ്പോർട്ടായിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്രത്യേകിച്ചിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡി അഡിക്ഷൻ സൈക്കാട്രിസ്റ്റ് ഉണ്ട് ഇവിടെ. ആ ഡി അഡിക്ഷൻ സൈക്കാട്രിസ്റ്റ് നമുക്കറിയാലോ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ പിന്നെ മയക്കുമരുന്ന് ലഹരി ഉപയോഗങ്ങളൊക്കെ കൂടി വരികയാണ്. അതെ. അപ്പോൾ ആ ഡി അഡിക്ഷൻ സൈക്കാട്രിസ്റ്റ് ആഴ്ചയിൽ 2 ആഴ്ചയിൽ ഒരിക്കൽ ഇവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ട്. ബുധനാഴ്ച ദിവസങ്ങളിലാണ് വിസിറ്റ് ചെയ്യുന്നത്. ആ ദിവസങ്ങളിൽ നമ്മളിങ്ങനെയുള്ള പിന്നെ ലഹരി ആയിട്ട് അടിമപ്പെട്ട ആൾക്കാരുടെ ചികിത്സ, അതുപോലെ തന്നെ അവർക്ക് വേണ്ടുന്ന കൗൺസിലിംഗ് ഒക്കെ കൊടുത്തിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ രാവിലെ കണ്ട പിന്നെ എന്താ പറയാ ഇവിടെ ഫിസിയോതെറാപ്പി റൂമും അതൊക്കെ കൂടെയുള്ള. കാരണം ഈ ഇൻമേറ്റ്സിന് വേണ്ടുന്ന ഫിസിയോതെറാപ്പി ഒക്കെ ഇവിടെ പാവപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ അവർക്കും ഔട്ട് പേഷ്യന്റിന് ഫ്രീ ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, ഒരുപാട് ഉണ്ട് കേട്ടോ കാണാനും. 4-5 ഫ്ലോസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് കുറേ പേർക്ക് പ്രചോദനങ്ങളും കുറേ പേർക്ക് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹമുള്ളവർ അതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ നമ്മുടെ ഈ സ്നേഹ വീടിൻ്റെ ഡീറ്റെയിൽസ് മുഴുവനും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. അക്കൗണ്ട് ഡീറ്റെയിൽസ് നിങ്ങൾ എനിക്ക് തന്നാൽ മതി, ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതും. അപ്പോൾ അക്കൗണ്ട് ഡീറ്റെയിൽസ് അതിലുണ്ടാവും. നിങ്ങളുടെ ഭാഗം നിങ്ങൾ ആരും അറിയാതെ ഒരു വലത് കൈ കൊടുക്കുന്ന ഇടത് കൈ അറിയണ്ട എന്നുള്ള രീതിയിൽ നിങ്ങൾ ചെയ്യാം. അപ്പോൾ ഈ ഒരു സംഭവത്തിന് വേണ്ടി കൂടിയാണ്. അപ്പോൾ നമ്മളെല്ലാവരും കണ്ടില്ല, ഓരോരാളും ചോറ് കഴിച്ചിട്ടുള്ള സന്തോഷം. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് ഇറങ്ങാന്നുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അതെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരോടും ഇന്നേക്ക് ഞാൻ ബൈ പറയാണ്. വീണ്ടും കാണാം. ശരി.